കെ.ആർ. നാരായണൻ സ്മാരക തലയോലപ്പറമ്പ് SNDP യൂണിയന് കീഴിലെ അടിയം ശാഖാ പരിധിയിലുള്ള കുമാരനാശാൻ സ്മാരക കുടുംബ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. 2 പതിറ്റാണ്ടും പിന്നെ 2 സംവത്സരവും പിന്നിട്ട് കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും പര്യായമായി ഗുരുദേവ ശിഷ്യനായ മഹാകവിയുടെ നാമധേയം വഹിക്കുന്ന കുടുംബ യൂണിറ്റ് സമ്മേളനം ആത്മീയ അച്ചടക്കത്തിന്റെയും സംഘടനാശേഷിയുടെയും വിളംബരം കൂടിയായി മാറി. കുടുംബ യൂണിറ്റ് അംഗം കുമാരി തച്ചേരിയുടെ വസതിയിലായിരുന്നു ഒരു പകൽ മുഴുവൻ നീണ്ട 22ാം വാർഷിക സമ്മേളന പരിപാടികൾ. അടിയം SNDP ശാഖായോഗം പ്രസിഡന്റ് ബാബു കുറുമടം ഉദ്ഘാടനം ചെയ്തു. കുമാരനാശാൻ സ്മാരക കുടുംബ യൂണിറ്റ് ചെയർമാൻ KS അജിത്ത് അധ്യക്ഷത വഹിച്ചു. കുടുംബ യൂണിറ്റ് കൺവീനർ പ്രമീള പ്രസാദ് സ്വാഗതം ആശംസിച്ചു. അനിൽകുമാർ സർപ്പപ്പറമ്പിൽ ആത്മീയ പ്രഭാഷണം നടത്തി. വിശ്വശാന്തിക്കുള്ള ഒറ്റമൂലിയെന്ന് വിശേഷിപ്പിക്കാവുന്ന മഹത്തായ ശ്രീനാരായണ ദർശനങ്ങൾ മനുഷ്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, വിദ്യാഭ്യാസ, സാമ്പത്തിക, ആത്മീയ, ആരോഗ്യ രംഗങ്ങളിലടക്കം ഉയർച്ചയും പുരോഗതിയും കൈവരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഐക്യബോധവും സഹവർത്തിത്വവും മുഖമുദ്രയാക്കി മുന്നേറുവാൻ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായുള്ള കുടുംബ യോഗത്തിന്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞതായി സമ്മേളനം വിലയിരുത്തി. അഡ്വക്കേറ്റ് ഭാഗ്യലക്ഷ്മി വിനോദ്, നേമ സുരേഷ്, യൂണിയൻ കമ്മിറ്റി അംഗം സലിജ അനിൽകുമാർ, വനിതാ സംഘം പ്രസിഡന്റ് സുമ ചന്ദ്രൻ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ വിനോദ് ശരണ്യ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ആദർശ് പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. SNDP ശാഖായോഗം കമ്മിറ്റി അംഗവും കുമാരനാശാൻ കുടുംബ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ ഷീല ദിലീപ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് സ്നേഹവിരുന്നിനു ശേഷം നടന്ന വാർഷിക പൊതുയോഗത്തിൽ SNDP ശാഖായോഗം വൈസ് പ്രസിഡന്റ് അനിൽകുമാർ പറച്ചിറയിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ബിജു പുത്തൻതറ ഉദ്ഘാടനം ചെയ്തു. അനീഷ് കണ്ടത്തിപ്പറമ്പിൽ, ധർമ്മജൻ കോലാഴം, വാസുദേവൻ അകൃതത്തിൽ, പ്രദീപ് പൊരിക്കേടത്ത്, വിനോജ് ചിറപ്പാടം, മഹിളാമണി യശോധരൻ, ഷിജി ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. ബിന്ദു ഷമ്മി കണ്ണച്ചിറ പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്ന സർവൈശ്വര്യ പൂജയോടെ ആരംഭിച്ച കുടുംബ യൂണിറ്റ് വാർഷികം വിവിധ കലാപരിപാടികളോടെയാണ് സമാപിച്ചത്. പ്രവീൺ ഭാസ്കർ, ടുഡേ ന്യൂസ്, വൈക്കം.